എല്ലാവർക്കും നമസ്കാരം. പാരാമിലിറ്ററി ഫോഴ്സായ ശാസ്ത്ര സീമാ ബൽ SSBയിലേക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഓൺലൈൻ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ, അതായത് 21/3 മാർച്ച് 21 മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്. കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ്. വെറ്റിനറി, ഡ്രൈവർ, ഗാർഡനർ, വാട്ടർ കാരിയർ, കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, കാർപ്പൻ്ററും പിന്നെ നഴ്സിംഗ് ഓർഡേർലി പോസ്റ്റുകളാണ്. SSBയിലേക്കാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 21/3 മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഇവിടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ശാസ്ത്ര സീമാ ബൽ SSBയിലേക്കാണ് നോട്ടിഫിക്കേഷൻ. കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ്. ടോട്ടൽ വാക്കൻസി 827 വാക്കൻസിയാണ്. എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വായിക്കുന്നില്ല, ലെങ്ത് കൂടും വീഡിയോൻ്റെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ 383 വാക്കൻസി, 64 വാക്കൻസി EWSകാർക്കും, 191 വാക്കൻസി OBCകാർക്കും, 128 വാക്കൻസി SC, 61 വാക്കൻസി STകാർക്കും. അങ്ങനെ ടോട്ടൽ 827 വാക്കൻസിയാണ്. വെറ്റിനറി 34 വാക്കൻസി, പിന്നെ ഡ്രൈവർ മെയിൽസിന് മാത്രമാണ്. ഡ്രൈവറിലേക്ക് ഏകദേശം 553 വാക്കൻസി വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഗാർഡനർ 41 വാക്കൻസിയാണ്. വാട്ടർ കരിയർ 5 വാക്കൻസി, കോബ്ലർ 25, ടൈലർ 41, വാഷർമാൻ 74, ബാർബർ 43, വെയിറ്റർ 3 വാക്കൻസി, കാർപ്പൻ്റർ 7 വാക്കൻസി, നഴ്സിംഗ് ഓർഡേർലി 1 വാക്കൻസി. അങ്ങനെ 827 വാക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഈ ഒരു വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. ടെൻറ്ററ്റീവ് കണക്കാണ്, ഏകദേശം കണക്കാണ്. ഇനി സാലറി പാക്കേജ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റ് ആയതുകൊണ്ട് 21,700 തൊട്ട് 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. അതിൻ്റെ കൂടെ അലവൻസുകളും വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. ഇനി ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും പറയാം. വെറ്റിനറി 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് നിങ്ങൾ പാസ്സാവണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ ഒരു ട്രേഡിൽ. ഇനി കോൺസ്റ്റബിൾ ഡ്രൈവറാണ്. ഈ ഡ്രൈവർ പോസ്റ്റ് ബോയ്സിന് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റും മെയിൽസിനും ഫീമെയിൽസിനും ഗേൾസിനും ബോയ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 27 ഡ്രൈവറിലേക്കുള്ള ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ്സും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവറിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി ഗാർഡനർ, വാട്ടർ കരിയർ, കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ ഇത്രയും പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് വിജയിച്ചിരിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ട്രേഡിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് IT സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതാത് ട്രേഡിൽ IT സർട്ടിഫിക്കറ്റ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ITയുടെ കീഴിൽ ഡിപ്ലോമ ഉള്ളവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഈ ഒരു മൾട്ടി സ്കിൽഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. ഇല്ലാത്തവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ട്രേഡിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ, അതുമല്ലെങ്കിൽ IT. ഇതാണ് ക്വാളിഫിക്കേഷൻ. ഇനി കാർപ്പൻ്ററിലേക്ക് 18 to 25 ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് വേണം. അതിൻ്റെ കൂടെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. അതും അല്ലെങ്കിൽ IT സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഈ ഒരു ട്രേഡിൽ. ഇനി കോൺസ്റ്റബിൾ നഴ്സിംഗ് ഓർഡേർലി 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 10ാം ക്ലാസ് വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് വേണം ഈ ഒരു കോഴ്സിൽ. അതും അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. മിനിമം 1 ഇയർ ഈ ഒരു നഴ്സിംഗ് ഓർഡേർലി വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്ക് മാത്രം ബോയ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ബോയ്സിന് മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും ബോയ്സിനും ഗേൾസിനും ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി. ഇനി ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC STകാർക്ക് 5 വർഷം. നേരത്തെ പറഞ്ഞ ഏജിൽ നിന്ന് നിങ്ങൾക്ക് SC ST ആണെങ്കിൽ 5 വർഷവും, OBC ആണെങ്കിൽ 3 വർഷം, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 3 വർഷം. കാര്യങ്ങളൊക്കെ ഏജ് ലിമിറ്റും ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജനറൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ്, അതിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല. പിന്നെ SC STകാർ, ബോയ്സിൽ SC STകാർക്ക് ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ, ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. അതിനുശേഷം ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിലെ ഇവൻറ്റുകൾ കാണാം. 4.8 കിലോമീറ്റർ റണ്ണിങ് ആയിരിക്കും. 4.8 കിലോമീറ്റർ നിങ്ങൾ 24 മിനിറ്റ് കൊണ്ട് ബോയ്സ് ഓടിക്കയറണം. 2.4 കിലോമീറ്റർ 18 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾ ഓടിക്കയറണം. ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് എല്ലാവരും ക്വാളിഫൈ ആവണം. അതിനുശേഷം മെഷർമെൻറ്റ് ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നുണ്ട്. വെറ്റിനറി പോസ്റ്റിലേക്ക് ബോയ്സിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഗേൾസിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി.
ചെസ്റ്റ് ബോയ്സിന് 80 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം. ഇനി ഡ്രൈവറിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മെയിൽസിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റും 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് തന്നെയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 വേണം. ഗാർഡനർ, വാട്ടർ കരിയർ, കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, കാർപ്പൻ്റർ പോസ്റ്റുകളിലേക്ക് 167.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ബോയ്സിന്. പെൺകുട്ടികൾക്ക് 157 മതി. ചെസ്റ്റ് 78 സെൻറ്റിമീറ്റർ മിനിമം വേണം. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം, അതായത് 83. ഓക്കെ. ഇനി നേഴ്സിംഗ് ഓർഡറിൽ ഈ പോസ്റ്റിലേക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആൺകുട്ടികൾക്ക് വേണ്ടത്. 155 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്ക് ഹൈറ്റ് വേണം. 75 ചെസ്റ്റ് വേണം. 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതും കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ്, അതായത് ഫിസിക്കൽ ടെസ്റ്റും മെഷർമെൻറ്റ് ടെസ്റ്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാം വരുന്നുണ്ട്. റിട്ടൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 2 മണിക്കൂർ 100 മാർക്കിനാണ് പരീക്ഷ. 100 മൾട്ടിപ്പിൾ ചോയ്സ് OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ജനറൽ നോളജ്, മാത്സ്, റീസണിങ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ജനറൽ ഹിന്ദി. മിനിമം ക്വാളിഫയിങ് മാർക്ക് 50% UR EWS OBC എക്സ് സർവീസ്മാന്, 45% SC ST കാർക്ക്, അതായത് 50 മാർക്കും 45 മാർക്ക്. അത് മിനിമം ക്വാളിഫയിങ് മാർക്കാണ്. ഉയർന്ന മാർക്കോടുകൂടി പാസ്സായാൽ മാത്രമാണ് കട്ട് ഓഫിലൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ, അതായത് ഈ ഒരു സിലബസ് വൈസ് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കോളൂ. ഫിസിക്കലാണ് ആദ്യം. ഫിസിക്കലിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ആദ്യം തുടങ്ങുക. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എക്സാം വന്നിട്ട്, എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ട് പഠിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ്, ഫിസിക്കലിൻ്റെയും എക്സാമിൻ്റെയും പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതെല്ലാം കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനും സ്കിൽ ടെസ്റ്റാണ് വരുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിക്കുന്ന ഒരു സ്റ്റെപ്പായിരിക്കും. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. 50 മാർക്കിനാണ് സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. മെഡിക്കലും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ റിവ്യൂ മെഡിക്കൽ എക്സാം, അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഒരു ഹ്യൂജ് നീണ്ട സെലക്ഷൻ ക്രൈറ്റീരിയ തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഏകദേശം 24 പേജ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അർഹതയുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ഏപ്രിൽ മാസം 20. ഏപ്രിൽ 20 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏപ്രിൽ 20 മുന്നേ നിങ്ങൾ SSBയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.